എല്ലാവരും മോർ പേഴ്സ്. Okay, there are 30 boys and 20 girls in class 10A. 10Aയിൽ ബോയ്സിന്റെ എണ്ണം എത്ര? 30. ഗേൾസിന്റെ എണ്ണം 20. 10Bയിലോ ബോയ്സിന്റെ എണ്ണം 15 25 അല്ലേ? ഒരു ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എടുക്കുക? ഇതിന്റെ ടോട്ടൽ. ഇതിന്റെ ടോട്ടൽ എത്ര? 50. ഇതിന്റെ ടോട്ടൽ എത്ര? 40. ക്ലിയർ അല്ലേ? ഇത് എല്ലാരും ശ്രദ്ധിക്കണേ. ഇനി ടോട്ടൽ പെയർ എടുക്കുന്നു. ടോട്ടൽ പെയർ എത്രയാ? 50 × 40. അപ്പൊ 5 × 4 എത്ര? 20. 2 0 ഇട്ട് കൊടുക്കുന്നു. കഴിഞ്ഞു. ടോട്ടൽ പെയർ 2000 കിട്ടി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബീയിങ് ഗേൾസ് അല്ലേ? ബോത്ത് ബീയിങ് ഗേൾസ്, ഗേൾസ് ആവാനുള്ള ചാൻസ്. അപ്പൊ ഗേൾസിന്റെ ടോട്ടൽ എത്ര? ഇവിടെ 20 × 25 അല്ലേ? അപ്പൊ 20 × 25 എന്ന് പറഞ്ഞാൽ എത്ര വരും? 25 × 2 എത്ര വരും? 50. ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ 500. 500/2000. 2 0 വെട്ടിപ്പോയി. ബാലൻസ് 5/20. ഡിവിഷൻ 5 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ 1/4. അത്രേ ഉള്ളൂ. സിമ്പിൾ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. സംസാരിക്കുന്ന ഫോണിന്റെ അടുത്തിട്ട് സംസാരിക്കുക. അടിയാൻ തരും. ശ്രദ്ധിക്കുക. പറഞ്ഞ കാണിച്ചു തന്നതാ സെയിം മോഡല്. എന്നിട്ട് ഇരുന്ന് സംസാരം അങ്ങോട്ടിരുന്ന് നോക്കലും ഇങ്ങോട്ടിരുന്ന് നോക്കലുവാ. കുറച്ചുപേര് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നു. ബാക്കിയുള്ള എല്ലാം ഒട്ടുമിക്കത് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, മൾട്ടിപ്ലിക്കേഷൻ നോക്കും, കട്ട് ചെയ്ത് നോക്കും. എങ്ങനെ ചെയ്യുന്നേ? ഒരു മോഡൽ കാണിച്ചു തന്നിട്ട് അതേ മോഡൽ തന്നെ ചെയ്യാറിഞ്ഞൂടെ. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. ബോയ്സിന്റെ എണ്ണം നോക്കിയേ. 30 × 15. 15 × 3 എടുത്താൽ മതി. എത്ര പറ്റും? 45. ഒരു 0 ഇട്ട് കൊടുക്കുക. 50/. ടോട്ടൽ എത്രയാ? 2000. 0 0 കട്ട് ചെയ്ത് ബാക്കിയുള്ളത് ഏതാ? 45/200. 45 200 എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 9 പ്രാവശ്യം. 200 എത്ര വരും? 40. ഇനി 9/40 ഉണ്ടോ? 9/40 ഉണ്ടോ? ഏതെങ്കിലും കിട്ടുമോ? 3 കിട്ടുമോ? ഇല്ല, ഒന്നിനും കിട്ടത്തില്ലല്ലോ. അപ്പൊ അതവിടെ വരെ എന്ത് ചെയ്യാം? 9/40 കണ്ടോ? മനസ്സിലായോ ചെയ്യുന്നത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 ബീയിങ് ബോയ് ആൻഡ് 1 ബീയിങ് ഗേൾ. 1 ബീയിങ് ബോയ് ആൻഡ് 1 ബീയിങ് ഗേൾ ഇസ് ഈക്വൽ ടു ഒരു ബോയും ഒരു ഗേൾ. അപ്പൊ എങ്ങനെ എടുക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ എടുക്കും? 1 ബോയ് 1 ഗേൾ. എങ്ങനെ എടുക്കുന്നേ? ഒരു ബോയ് 30 × 25 അല്ലേ? 15 × 20. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്രദ്ധിച്ച് ചെയ്യണോ? അപ്പൊ ഇവിടെ ആദ്യം എന്താ എടുക്കും നമ്മള്? 30. ഇതിന്റെ ബാക്കിയാണ് ഇവിടുത്തെ ബോയ് 30 × ഇവിടുന്ന് ഒരു ബോയും ഇവിടുന്ന് ഒരു ഗേളും 25. 25 × 3 എത്ര? 75 750 അല്ലേ? ഞാൻ അടുത്തത് 15 × 20. 15 × 20 എന്ന് വരുമ്പോ എത്ര വരും? 15 × 2 എത്ര? 30 300. രണ്ടും കൂടി കൂട്ടുമ്പോ 750 + 300 5 1050. പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? 1050. ടോട്ടൽ എത്ര തന്നെ? 2000. മാറ്റമില്ല. 0 0 കട്ട് ചെയ്ത് 105/100
105 എത്ര പ്രാവശ്യം? 21. 200 40. 21/40. സിമ്പിൾ. കണ്ടോ? ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബീയിങ് ബോയ്? വൺ ബീയിങ് ബോയ് ഉണ്ടോ? പലർക്കും തെറ്റി വന്നിട്ട് വൺ ബീയിങ് ബോയ്. വൺ ബീയിങ് ബോയ് വൺ ബീയിങ് ബോയ് കിട്ടാൻ എന്ത് വേണം? ടോട്ടലിൽ നിന്ന് ടോട്ടൽ പേർ എത്രയാ? 2000. 2000-ൽ നിന്ന് ആരെ കുറയ്ക്കണം? ഗേൾസിന്റെ എണ്ണം. ഗേൾസിന്റെ എണ്ണം എത്ര നമ്മൾ പറഞ്ഞിരുന്നത്? 20 × 25. 20 × 25 എത്ര വരും? 500. കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 1500. അപ്പൊ അതിന്റെ പേരെടുക്കണം. എത്രയാ? 2000. ഉണ്ടോ? പിന്നെ 2000 എഴുതാതിരിക്കരുത്. പ്രോബിലിറ്റി എപ്പോഴും പ്രോബിലിറ്റി എഴുതുമ്പോൾ ടോട്ടൽ ചാൻസ് എഴുതണം, ടോട്ടൽ പേർ എഴുതണം. അത് എഴുതണം. അത് എഴുതുമ്പോൾ എത്ര കിട്ടും? 2020. ബാക്കി എത്ര വരും? 15/20. 15-ൽ എത്ര പ്രാവശ്യം? 3, 4. 3/4 കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വൺ ബോയ് ബീങ് ബോയ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഗേൾസിന്റെ എണ്ണം എത്ര? 20 × 25. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 20 × 25 500. കണ്ടോ? ഇനി ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ പ്രത്യേകം നിങ്ങൾ 500 നോട്ട് ചെയ്തിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഈ സ്റ്റെപ്പ് എടുത്ത് താഴോട്ട് കൊടുത്താലും മതി. എന്നിട്ട് ടോട്ടൽ ഗേൾസ്, ടോട്ടൽ ബോയ്സ് എന്ന് വേണമെങ്കിലും എഴുതാം. കേട്ടോ പറഞ്ഞത്? മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. One is asked to say 2-digit number. ഒരാൾ ചോദിക്കും, നമ്മൾ നേരത്തെ ചെയ്തതാണ് 2-digit നമ്പർ പറയാൻ. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ് ബീയിങ് സെയിം ആവാനുള്ള ചാൻസ് എത്രയാണ്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ്? ആദ്യത്തേത് രണ്ടാമത്തേനേക്കാളും വലുതാവാനുള്ള ചാൻസ്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലെസ് ദാൻ ദ സെക്കൻഡ്? ഫസ്റ്റ് ഡിജിറ്റ് രണ്ടാമത്തെ ഡിജിറ്റിനേക്കാളും ചെറുതാവാനുള്ള ചാൻസ്. അപ്പൊ ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്ത് പറയാനാ? One is asked to say the 2-digit number. ഒരു 2-digit നമ്പർ പറയാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നില്ല തുടങ്ങുന്നേ? 10 to 99. പക്ഷെ ഇതിനകത്ത് ക്രൈറ്റീരിയ ഉണ്ട് അല്ലേ? ഫസ്റ്റിൽ അവർ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ എന്താ? നമ്പർ വിത്ത് ബോത്ത് ഡിജിറ്റ് സെയിം ആവാനുള്ള ചാൻസ്. അപ്പൊ ഇതിനകത്ത് ഈ 10 to 99 ടോട്ടൽ നമ്പർ എത്രയുണ്ട് മക്കളെ? നമ്മൾ നേരത്തെ പഠിപ്പിച്ചു തന്നതാ. 10 മുതൽ 99 90. 90 നമ്പറാണുള്ളത് അല്ലേ? ഇനി ഇതിനകത്ത് സെയിം ആവാനുള്ള ചാൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? പ്രോബബിലിറ്റി ഓഫ് സെയിം നമ്പർ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം നമ്പർ വരാനെന്ന് പറഞ്ഞാല് ഏതൊക്കെയുണ്ട്? 11 ഉണ്ട്, 22 ഉണ്ട്, 33 ഉണ്ട്, 44, 55, 63. എത്ര എണ്ണം ഉണ്ട് മൊത്തം? 2, 4, 6, 8, 1, 9. കണ്ടോ? അപ്പൊ 9/90. എത്ര പ്രാവശ്യം? 1/10. 9 ഒരു പ്രാവശ്യം. 90 എത്ര പ്രാവശ്യം? 10 times. അപ്പൊ 1/10. ക്ലിയർ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ഗ്രേറ്റർ ദാൻ ദി സെക്കൻഡ്? അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ആയിരിക്കണം സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ. അങ്ങനെ നമ്പർ എന്ന് പറഞ്ഞ മക്കളെ, ഇപ്പം 1ഉം 0ഉം 10നെ നമ്മൾ എടുക്കുന്നു. 10നെ എടുത്താൽ ആദ്യത്തെ നമ്പർ ഗ്രേറ്റർ അല്ലേ സെക്കൻഡ് നമ്പറിനേക്കാൾ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്പർ ഏതാ? 1. സെക്കൻഡ് നമ്പർ ഏതാ? ഇപ്പൊ ഇതിനകത്ത് എത്ര പേരുണ്ട്? ഒരു പേര്. ഇനി അടുത്തത് 20. 11 എടുക്കാൻ പറ്റുമോ? 11 ഇല്ല. എന്താ കാര്യം? 11 സെയിമാ. 12 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഫസ്റ്റ് ഡിജിറ്റ് ചെറുതാ. ഇപ്പൊ ഇവിടെ എത്ര വരും? 2ഉം 0ഉം 2 അല്ലേ? പിന്നെ അടുത്ത ഏതുണ്ട്? 2ഉം 1ഉം ഇല്ലേ? 21. 21 രണ്ട് ആദ്യത്തെ നമ്പർ അല്ലേ? ഗ്രേറ്റർ അല്ലേ? അല്ലേ? സെക്കൻഡ് ഡിജിറ്റ്. അപ്പൊ എത്ര പേരുണ്ട്? 2 പേര്.
അടുത്ത 30 ഉണ്ട്, 31 ഉണ്ട്, 32. എത്ര ഉണ്ട്? 3 പേർ. ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടം വരെ വരും? 90 വരെ വരും അല്ലേ? എത്ര വരെ വരും? 90, 91, ഇവിടം വരെ 98 വരെ. അപ്പൊ എത്ര പേർ ഇവിടെ? ആദ്യം 1 പെയർ, 2 പെയർ, 3 പെയർ, 4 പെയർ, 5, 6, 7, 8, 9. അപ്പൊ ലാസ്റ്റത്തെ എത്ര പേരായിരിക്കും? 9 പേർ. ഇങ്ങനെ പോകത്തില്ല. എല്ലാം എഴുതാൻ നിൽക്കണോ? വേണ്ട. ഇനി നമ്മൾ പഠിച്ച മെത്തേഡ്, ടോട്ടൽ സമ്മ് കാണാനുള്ള മെത്തേഡ് എന്താ? n × n+1/2 ചെയ്തിട്ടില്ലേ? എങ്ങനെയാ ചെയ്യുന്നത്? n × n+1/2. ടോട്ടൽ എത്ര ഉണ്ട്? n എത്ര ഉണ്ട്? 9. 9 അല്ലേ? അപ്പൊ എങ്ങനെ ആൻസർ വരിക? 9 × 10 അല്ലേ? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. 9 × 9+1/2, 9 × 10/2, 90/2. ആൻസർ ഈസ് 45. അപ്പൊ എത്ര എണ്ണം വരും? പ്രോബബിലിറ്റി എത്ര വരുന്നത്? 45. 45/90 അല്ലേ? എന്തോ ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ ഡിജിറ്റ്. സംഭവം മനസ്സിലായില്ലേ? ആദ്യത്തെ ഡിജിറ്റ് രണ്ടാമത്തെ ഡിജിറ്റിനേക്കാളും ഗ്രേറ്റർ ആവുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്ത് പറയാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിന്റെ ബാക്കിയാണ് എഴുതുന്നത്. എന്താ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ്. എത്ര ഉണ്ട്? 45/90. ആൻസർ ഈസ് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ സംഭവം? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലെസ് ദാൻ ദി സെക്കൻഡ്? ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? ഫസ്റ്റ് ഡിജിറ്റ് ലെസ് ദാൻ ആരേക്കാളും? സെക്കൻഡ്. അപ്പൊ ഏതൊക്കെ വരും നമ്പർ എന്ന് പറഞ്ഞേ? എവിടെ തൊട്ട് തുടങ്ങും? ഫസ്റ്റ് ഡിജിറ്റ് ലെസ് ആയിട്ടുണ്ട് 12, 13, ഇങ്ങനെ പോകത്തില്ലേ? എത്ര ഡിജിറ്റ് ഉണ്ട് അവിടെ? എത്ര പേർ വരും? 12, 13, 14, 15, 16, 17, 18, 19. 8 എണ്ണം. 8 എണ്ണല്ലേ വരുന്നേ? അടുത്തത് ഏത് വരും? 23, 24. എവിടം വരെ പോവും? 7 വരെ അല്ലേ? അങ്ങനെ അവസാനം വരുമ്പോ ഏത് വരും? 1 പെയറിൽ വരും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇങ്ങനെ ഡിജിറ്റ് പോണേ. 12, 13, 14. അടുത്ത വരുന്ന ഏതില്ല? 23, 24, 25. അടുത്ത വരുന്നത് 34, 35, 36. ഇങ്ങനെ പോകും. അടുത്ത വരുന്നത് 36, 37. അങ്ങനെ പോകും. അടുത്തത് 47. അങ്ങനെ പോകും. കണ്ടോ? ഇങ്ങനെ പേര് പോയി താഴത്തെ ഐഡിയ മനസ്സിലായല്ലോ? എവിടം വരെ വരും? 1 പെയർ വരും. കണ്ടോ? അപ്പൊ ടോട്ടൽ നമ്പർ എത്ര ഉണ്ട് ഇതിനകത്ത്? നമ്മുടെ ഏത് ഇക്വേഷൻ തന്നെ? n × n/2 xn + x1. നാച്ചുറൽ നമ്പർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏത് കൊടുക്കാം? n/2 xn + x1. n എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? 8 എണ്ണം അല്ലേ? എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. xn എന്ന് പറഞ്ഞാൽ അവസാനം എത്രയാ? 1 + 8 വരത്തില്ലേ? അപ്പൊ എങ്ങനെ കൊടുക്കാം? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയർ എത്ര എണ്ണം ഉണ്ട്? 8/2, 8 + 1 = 8ന്റെ പകുതി എത്ര? 4 × 9. ആൻസർ ഈസ് ഇത്രേ ഉള്ളൂ കാര്യം. 36 പേർ. ഐഡിയ മനസ്സിലായ? ഇനി നാച്ചുറൽ നമ്പറിൽ ഇട്ടാലോ എന്താ വരും? n × n+1/2. മൊത്തം എത്ര എണ്ണം? 8 എണ്ണം. 8 + 1/2. 8 × 9/2. 9/2 എത്ര? 72. അതിനകത്ത് എത്ര കിട്ടും? എത്ര കിട്ടും? കാരണം എന്താ? തിരിച്ചല്ലേ വരുന്നത്? 1, 2, 3, 4, 5, 7, 8 വരെ വരുന്നില്ലേ?
ചെയ്തൂടെ? ചിലവര് എഴുതി ആ മെത്തേഡ് നോക്കത്തില്ല. എന്താ, എട്ടിന്ന് തുടങ്ങില്ല, തിരിച്ചു പോകുന്നത് കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിക്കും. മനസ്സിലായ? അങ്ങനെ പ്രശ്നമുണ്ടോ? ഇല്ല. ഓർഡർ തിരിഞ്ഞാണെങ്കിലും മറിഞ്ഞാണെന്നുണ്ടെങ്കിലും 8 നിന്ന് 7, 6, 5, 4, 3, 2, 1 ഇങ്ങനെ പോയാലും ശരി, 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ പോയാലും ശരി, ഏതിലെടുക്കാം? നമുക്ക് നാച്ചുറൽ നമ്പറിൽ എടുക്കാം. കാരണം ഇതിനകത്തൊന്നും എന്ത് പോകുന്നില്ല, ഡിജിറ്റ് പോകുന്നില്ല. കേട്ടാ? ഡിജിറ്റ് പോയിരുന്നെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പറഞ്ഞ കാര്യം മനസ്സിലായ? അപ്പൊ രണ്ടിലും നമുക്ക് ചെയ്യാം. ഏതിലാ ചെയ്യുന്നേ? നിങ്ങൾ ഏത് ചെയ്യുന്നത്? ഇത് വേണോ ഇത് വേണോ? നാച്ചുറൽ നമ്പറിലല്ലേ ആദ്യത്തെ ചെയ്തേ, രണ്ടാമത്തെ നാച്ചുറൽ നമ്പറിൽ അങ്ങ് ചെയ്താൽ പോരെ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ചെയ്തത് ക്ലിയർ ആണോ? അതോ പുകയാണോ? തെറ്റല്ലേ? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? പ്രോബബിലിറ്റി. അപ്പൊ നമ്മൾ നേരെ പ്രോബബിലിറ്റി എടുക്കുന്നു. എന്താ? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ലെസ് ദാൻ സെക്കൻഡ്. എത്ര എണ്ണ വരുന്നത്? 36. എത്ര എണ്ണത്തിൽ ടോട്ടൽ? 90 എണ്ണം അല്ലേ? ഇനി ഇതിനങ്ങനെ പകുതി എടുക്കുക. 18. 36 എല്ലാം 2 കൊണ്ട് വിഷം നടത്തിക്കൂടെ? അപ്പൊ എത്ര വരും? 18/45. 18, 45 ഏതിലുണ്ട്? ഏതിലുണ്ട്? 9. 9 എത്ര പ്രാവശ്യം? 2. 45 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 2/5. അപ്പൊ എത്ര കിട്ടും? 5 എണ്ണം എടുത്താൽ 2 എണ്ണം ഇങ്ങനെയുള്ള നമ്പറായിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് ഇതിനകത്തുള്ള ആൻസർ. ഇതോടെ ആ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 2 dice with this face number from 1 to 6 are rolled together. 2 ഡൈസ് എടുക്കുന്നു. ഏണിയും പാമ്പും കളിക്കത്തില്ലേ? അത് ലൂഡോ അല്ലേ? ലൂഡോ ഉണ്ടല്ലോ, ആ കട്ട ഉണ്ടല്ലോ, ഒരു 6 ഡിജിറ്റാ വരുന്നത് ക്യൂബിനകത്ത് അല്ലേ? 6, 1, 2, 3 എന്നൊക്കെ വരുമല്ലോ ഇങ്ങനെ കറക്കി കറക്കി ഇടുമ്പോൾ. അതേപോലെ 2 എണ്ണം എടുക്കുന്നു. അപ്പൊ 2നും എത്ര പൈസ ഉണ്ട്? 6 എണ്ണം വരുന്നുണ്ട്. വാട്ട് ആർ ദ പോസിബിൾ സം ദാറ്റ് ക്യാൻ ബി ഗോട്ട്? അതായത് പോസിബിൾ ആയിട്ട് കിട്ടുന്ന സമ്മ് ഏതാണ്? വിച്ച് സമ്മ് ഹാസ് ദി മാക്സിമം പോസിബിലിറ്റി? ഏത് സമ്മാണ് മാക്സിമം കിട്ടുന്നത്? അപ്പൊ നോക്കിയേ, നമുക്ക് സംഭവം സിമ്പിൾ ആണ്. ആദ്യം 2 ഡയസ് ഉണ്ട്. 1, 2, 3, 4, 5, 6. 2 ഡയസ് ഇല്ലേ? ഇനി അടുത്ത താഴോട്ടൊരു ഡയസ്. 1, 2, 3, 4, 5, 6. 2 ഡയസ് ആയില്ലേ? ആയില്ലേ? ഇതിന്റെ സമ്മ എടുക്കണം. സമ്മല്ലേ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. സമ്മ. അപ്പൊ ഇത് കൂടി കൂട്ടുക. 1 1 2 2 1 3 3 1 4 4 1 5 5 1 6 6 1 2 1 3 2 2 4 3 2 5 4 2 6 5 2 7 6 2 3 1 4 3 2 5 3 3 6 4 3 7. അടുത്തത് 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 സിമ്പിൾ അല്ലേ? ഇങ്ങനെ എഴുതി അങ്ങ് പോയാൽ മതി ഓർഡറിനനുസരിച്ച്. ഇനി ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 36. കാരണം എന്താ? ഇവിടെ 6, ഇവിടെ 6. 6 × 6 എത്ര? 36. ടോട്ടൽ പെയർ 36. മാക്സിമം വരാനുള്ള നോക്കി ഏതൊക്കെ ഉണ്ട്? 7 അല്ലേ? ഉണ്ടാ? എത്ര ഉണ്ട്? എല്ലാത്തിലും 6 ഉണ്ട്. 7 ഉണ്ട്. കണ്ട? ഇതിലെല്ലാത്തിലും 6 ഉണ്ടാ? ഇല്ല. ഉണ്ടാ? ഇല്ല. ഇതിലെല്ലാത്തിലും 5 ഉണ്ടാ? ഇല്ല. എല്ലാത്തിലും 8 ഉണ്ടാ? ഇല്ല. എല്ലാത്തിലും ഉള്ളത് ആരാ? 7. എത്ര ഉണ്ട്? 1 2 3 4 5 6 എണ്ണം. അപ്പൊ എന്താ മാക്സിമം പോസിബിലിറ്റി സം ഏതാണ് വരുന്നത്? മാക്സിമം പ്രോബിലിറ്റി ഓഫ് മാക്സിമം പോസിബിലിറ്റി സം എത്ര വരും? 6 എണ്ണം. 6 എണ്ണം അല്ലേ? 1 2 3 4 5 6 എണ്ണം. 6/36. 6 എത്ര ഉണ്ട്? 1 2 3 4 5 എണ്ണം അല്ലേ? ഇത് ഡയസ് അല്ലേ? അതിനെ കൂട്ടിയതല്ലേ? അത് തിരിഞ്ഞു പോകരുത്. ഡയസാ. ആദ്യം പറഞ്ഞിട്ടല്ലേ ചെയ്തത്?
ഇങ്ങനെ ഇതിനെ കൂട്ടുന്നതല്ലേ? അപ്പൊ ഏതാ വരുന്നേ? 7. കണ്ടോ? എത്ര എണ്ണം വരും? 6/36. മാക്സിമം എത്ര എണ്ണം? 1 2 3 4 5 6 എണ്ണം. മാക്സിമം വരുന്നത് ആരാണ്? മാക്സിമം സം. പോസിബിലിറ്റി സം ഏതാ? 7. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അപ്പം പോസിബിലിറ്റി എങ്ങനെ വരിക? പോസിബിലിറ്റി ഓഫ് മാക്സിമം എത്ര എണ്ണം ഉണ്ട്? 6/36. 6ൽ എത്ര പ്രാവശ്യം? 1/6. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. അപ്പൊ അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ 6 അല്ലേ എന്ന് പറയരുത്. അത് സമ്മ് ചെയ്യുന്നതാണ്. സമ്മ് ചെയ്ത് കിട്ടുന്നതിനകത്താണ് എടുക്കേണ്ടത്. സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ് 84 പേജ് നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. ഇതോടുകൂടി 4ാമത്തെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായില്ലേ? 4ാമത്തത് ചെയ്യാൻ പറ്റുന്നതിലും ചോദിച്ചാൽ മതി. അടുത്തതിൽ പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് 2nd ഡിഗ്രിയാണ്. അതുവരേക്കും ബൈ.